ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് ലാൽ. ഇന്ന് നമ്മള് ഒരു ഫിഷ് ഫ്രൈ, ഒരു ജ്യൂസി ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. ജ്യൂസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനിട്ട പേരാണ്. ഇപ്പൊ ബാക്കിയുള്ളവർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട മസാല ഒക്കെ മിക്സ് ചെയ്തിട്ട് നല്ല മസാലയിട്ട് ഫിഷ് ഫ്രൈ ചെയ്യണത് കണ്ടിട്ടുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിവിടെ കരിമീനാണ് എടുത്തത്. അപ്പൊ നമുക്ക് എന്തായാലും മസാല കാര്യങ്ങളൊക്കെ പുരട്ടി ഫ്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്കപ്പോ ആദ്യം തന്നെ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള മസാല മിക്സ് ചെയ്യാം. നമുക്ക് ആദ്യം മുളക് പൊടി ഇടാം. കുറച്ച് ഗരം മസാല, ഇത് ആവശ്യമുള്ളവർ മാത്രം ഇടാം. ആവശ്യത്തിന് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഒരു ചെറുനാരകം കൂടി നമ്മൾ ഇതിനകത്തേക്ക് പിഴിയും. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാല റെഡി ഉണ്ട്. അപ്പൊ നമ്മളുടെ മീൻ വലുത് നമുക്ക് ചെറുതുണ്ടായിരിക്കും. ഇത് നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക. നന്നായിട്ട് വരഞ്ഞിട്ട് മസാല വരട്ടെ. നന്നായിട്ട് ഈ മീനില് മസാല തേച്ച് പിടിപ്പിക്കും. നമ്മുടെ ഈ മീനിന്റെ ഉള്ളിലും നന്നായിട്ട് മസാല ഫില്ല് ചെയ്ത് കൊടുക്കും. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൽ കൂടിയാലും കുഴപ്പമില്ല, കാരണം നമുക്ക് ഇതില് മസാല ഉണ്ടാക്കാനുള്ളതാണ്. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് രണ്ട് മീനും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളത് മീൻ ചെറിയ ചൂടിലിട്ടാൽ മതി, അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ജിഞ്ചർ പേസ്റ്റ് ഒക്കെ കൊടുത്തതിന്റെ പേരിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ തന്നെ പൊട്ടിത്തെറിച്ചാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മറച്ചിടട്ടെ, ഇടയ്ക്കൊന്ന് മറച്ചിട്ടോ അതായിരിക്കും ബെറ്റർ. നമ്മളെ ഫിഷ് ഏകദേശം ഫ്രൈ ആയിട്ട്, ഭയങ്കര ഫ്രൈ അല്ല. നമുക്ക് മാറ്റിയിട്ട് ഇതേ എണ്ണയിൽ തന്നെ ഇതിന്റെ മസാല ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയും. നമ്മളത് സെയിം എണ്ണയിൽ തന്നെ, മീൻ വറുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളി ഇടുക. കുറച്ച് മുളക് പൊടി ഇടാം. ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇടാം. കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. കുറച്ച് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഓൾറെഡി മീനിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടു.
ഇതിനകത്തേക്ക് നമ്മൾക്ക് ചെറിയൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കും. ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. അടിച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. നമ്മളെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് തക്കാളിക്ക് ഇട്ട് ഇതിനകത്തേക്ക് നമുക്ക് മീൻ ഇട്ടിട്ട് ഒരു 2 മിനിറ്റും കൂടി ചെറിയ ചൂടിൽ വെക്കാം. നമ്മളെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളിക്ക് ശരിക്കും പറഞ്ഞാൽ അരച്ചിടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡൈലൂട്ട് ആയിട്ട് കിട്ടും. നമുക്ക് എന്തായാലും ഇത് സെർവ് ചെയ്യാം. ആയിട്ടുണ്ട്. ഇത് നമ്മളെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും പുതിയൊരു ഐറ്റം ആയിട്ട് നമ്മൾ വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.